ഉണ്ണിയപ്പം ഇന്നലത്തെ ഉണ്ണിയപ്പം ആദ്യം കിട്ടിയില്ല ഇന്നലെ ഉണ്ണിയപ്പം വായിന്നെടുക്ക് ഇന്നലെ അച്ഛൻ കൊടുത്ത ഉണ്ണിയപ്പം അവന് ഒന്നോട്ട് കിട്ടും. അവൻ്റെ അച്ഛൻ തിന്നു. ഞാൻ ഇന്നലെ എപ്പോഴും കിടന്നത് നിങ്ങൾക്കറിയോ? അങ്ങനെയൊക്കെ ഞാൻ കിടന്നപ്പോ നിങ്ങൾ എണീറ്റുണ്ടോ? അമ്മേ അപ്പൊ എപ്പോ ചൂടാൻ തുടങ്ങി? വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇതാ വന്ന് കയറി നടന്ന് ഒരുപാട് വൈകി. 7:15 ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ വന്ന് കയറി ബാഗും കൊണ്ട് അകത്തേക്ക് വരുന്നുള്ളൂ. ഇത് ഈ യാത്ര പോയി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അലക്കായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ അലക്കിയിട്ടിട്ട് പോയ തുണികൾ അതൊക്കെ കുറേ മഴയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മടക്കി, എൻ്റെ ദൈവമേ ഇനിയുണ്ട്. ഇതൊക്കെ ഇന്ന് രാവിലെ അലക്കിയിട്ട് പോയതാ. എടാ അത് ഈ മോനച്ചിനൊക്കെ പണിയുണ്ട് ഇന്ന്. ഇത് മടക്കൽ നിങ്ങളെ ഡ്യൂട്ടിയാ. പിന്നെ എന്ത് പിന്നേന്ന് അത് തന്നെ. എന്ത് പിന്നേന്ന് ചേട്ടാ ഇപ്പം എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. പോടാ ബാത്റൂമിൻ്റെ അവിടെ ഇന്നലെ ഞാനേ തുണി അലക്കുന്ന തുണി താത്തിട്ട് അത് പൊട്ടിപ്പോയായിരുന്നു. ആ കമ്പി അവൻ കെട്ടാൻ വേണ്ടി ശേഷം പൊളിഞ്ഞ ബാത്റൂമാണ്. അതുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കാണിക്കുന്നില്ല. സെറ്റ് സാരി ഇവിടെ അലക്കിയിട്ടതായിരുന്നു. എടുക്കാം. മഴ പെയ്താലോന്ന് ചോദിച്ചാൽ എന്നും താഴ്ത്തമ്മ എടുത്തേക്കലാണേ. അപ്പം ഇന്ന് ഒരു യാത്ര പോയതുകൊണ്ട് പെയ്യട്ടെ എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചാൽ കളി കഴിഞ്ഞ് വന്നിട്ട് ഊരുന്നുള്ളൂ. വന്ന് കയറുമ്പോൾ ഏതായാലും രാവിലെ ഒരുമാതിരിയൊക്കെ ചെയ്ത് റൂം കാണൂല. വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് കയറാം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്നല്ല, കുറേ ആയി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കിടക്കല്ലാതെ കേട്ടോ. കുറേ ഫ്രണ്ട് ക്യാമറ പോയതുകൊണ്ടാണ് കുടുങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്താൽ മതിയെന്ന്. ഫ്രണ്ട് ക്യാമറ പോയി. ബാക്ക് ക്യാമറ തന്നെ വേണം. അപ്പോൾ എന്താ പറയുക, യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് യാത്ര കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് കയറി. ഞാൻ പണിക്ക് പോയി. ചേട്ടായും കൊടുമൊക്കെ കൂടി നമ്മളെ താഴത്തെ വീട്ടിൽ പണിയായിരുന്നു കേട്ടോ. ബാത്റൂം കോൺക്രീറ്റ് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെന്താ കുറച്ചൊക്കെ പെയിൻ്റ് അടിക്കാനുള്ള ബാക്കി വൈറ്റ് സിമെൻ്റ് അല്ലാത്ത പ്രൈമർ അടിക്കാനുള്ളതൊക്കെ അത് ചെയ്തു. അവരങ്ങനെ പണിയായിരുന്നു കേട്ടോ. ഇന്നലെ വന്ന പാടിൻ്റെ പണി തന്നെയായിരുന്നു. പിന്നെ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അലക്കൊക്കെ ഞാൻ പണികളൊക്കെ തീർത്തിന്. ഇന്ന് മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ കാത്തിരിക്കുക കേട്ടോ. വന്ന പോലെ ആവുന്ന ഏതായാലും കുളിച്ചിട്ട് വരാം. പോടാവുന്നത് എന്താണെങ്കിലും ഞാൻ വന്നപാട് തലയില്ല ആദ്യം. കാരണം എന്താ വെച്ചാൽ രാവിലെ ഈ ചീകാൻ സമയം ഉണ്ടാവില്ല. ഒന്നാമത് മുടി പൊഴിഞ്ഞു പോയതുകൊണ്ട് നനഞ്ഞ മുടി ഞാൻ തീരെ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ വരി ഒറ്റ കൊടുക്കലാണ്. അപ്പോൾ ഇനി വന്നിട്ട് വൈകുന്നേരം എന്ത് ചെയ്യും, ചീകി കെട്ടു കേട്ടോ. ഇനി ഒന്ന് മേലെ എഴുതാന്ന്. എന്നിട്ട് മീൻ എന്താ വരുന്നതെന്നാവോ. മത്തി ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇന്നൊരു തലവേദനയൊക്കെ അപ്പോൾ വാങ്ങാതെ പോന്നു. മത്തി വരട്ടെ, നമുക്ക് മത്തി കറി വെക്കാം. മാവക്കൂട്ടെ അയ്യോ കൂടു നിക്കറിട്ടില്ല. കുളിക്കാൻ പോവാ കൂടു. കുളിക്കാൻ പോവാൻ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അരി അരച്ച് വെച്ചു. കഴിഞ്ഞാൽ മീൻ കൊണ്ടുവന്നുണ്ട്. നമുക്ക് മീൻ കറി വെച്ചാലോ. ഇത് കഷ്ണം മീനാട്ടോ, മത്തിയല്ല, കഷ്ണം മീനാണ്. ഏത് കളിപ്പാട്ടോ? കുടുവിൻ്റെ കളിപ്പാട്ടം കണ്ടില്ലല്ലോ. അമ്മ കണ്ടിട്ടില്ല.
ഈ മീൻ കൊണ്ടുവന്ന ഈ കവറുണ്ടല്ലോ, ഈ കവർ കഴുകിയിട്ട് വേണം ആ പുറത്തവിടെ ഉണങ്ങാൻ വെക്കും. എന്നിട്ട് പിന്നെ ഉണങ്ങിയിട്ട് എപ്പോഴെങ്കിലും എടുത്ത് വെക്കും. അത് കട്ടാക്കി കയറി ആ മുകളത്തെ കള്ളി വെച്ചു ഞാൻ എത്തൂലല്ലോ. എന്നാ താഴെ തന്നെ വെച്ചു, താഴെ തന്നെ വെച്ചു. അത് സാരല്ല. കഴിഞ്ഞില്ലേ ഞാൻ മൊത്തം കഴിഞ്ഞില്ലേ കറിയൊക്കെ. ആദ്യക്കുട്ടാ ഒന്ന് വന്നേടാ അടുക്കളയിലോട്ട്. ഓ നീ ഇന്ന ചോറ് തിന്നോ? ആദിക്ക് കറിയാവാനൊക്കെ ക്ഷമയില്ല. ആദിക്കുട്ടാ ചോറ് തിന്നാണോ? ബീട്രൂട്ട് തോരനുണ്ട്, കറി അമ്മ അടുപ്പത്ത് വെക്കുന്നേ ഉള്ളൂ. കറി അടുപ്പത്ത് വെച്ചു. കറി അടുപ്പത്ത് വെച്ചില്ല, ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ വെച്ചു. ഉലുവ ഇട്ടു. വെളിച്ചെണ്ണ ശരിക്കും ചൂടായി. ചൂടായല്ലോ. കുടു എങ്ങോട്ടാ പോണേ? എവിടെ? കൊഞ്ചാതെ പറയടാ, എങ്ങോട്ടാ പോണേ? അച്ഛമ്മേനെ എടുത്തോ? ചോറിനാകുമ്പോൾ വരണം കേട്ടോ. എല്ലാവരും പോയില്ലേ? വഴക്കുണ്ടാക്കരുത്, അടങ്ങിയിരുന്ന് സിനിമ കാണണേ. TV കാണാൻ പോവാണോ? അടങ്ങിയിരുന്ന് കസേര ഇരുന്നിട്ട് കാണണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആർക്കുമില്ല കുഴപ്പമില്ല. മത്തി കണ്ടു പോകും ഞാൻ. നല്ല മത്തിയായിരുന്നു. അവൻ പോരുകയാണ്. നിങ്ങളെല്ലാവരും പോകുന്നോണ്ട് അവനും പോരുകയാണ്. ഒന്നാമത് ഇന്നൊരു തലവേദന. ഞാൻ അതുകൊണ്ടാണ് മത്തി വാങ്ങാൻ നിൽക്കാൻ. എനിക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ, കാരണം ക്യാമറ പിടിക്കാൻ ആളില്ലായിരുന്നു. പിന്നെയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓക്കെ അല്ലാത്തതുകൊണ്ട്, അല്ല എന്താ പറയുക, പറ്റിയില്ല. ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു. മുളക് പൊടി അത്തെ പിടിച്ചിടും. ഇപ്പോൾ ഇത് കുറുകിയ ചാറാണ്. ലേശം വെള്ളം ഒഴിക്കണം. ഇത് പോരല്ലോ, കറി ഇത് പോരല്ലോ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി നല്ലപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് മീനിടുക തിളയ്ക്കുമ്പോൾ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് കഷ്ണം ഇടാം. മുളക് വെള്ളം, മീൻ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. പുളി ഇട്ടു, എല്ലാ പൊടികളും ഇട്ടു, ഉപ്പിട്ടു. ഇനി തിളയ്ക്കുമ്പോൾ കഷ്ണം അങ്ങനെ കറി റെഡി ആയിട്ടോ. നമ്മളെ സൂതക്കറി ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഉലുവയൊക്കെ ഇട്ട് വറവിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. അതിനകത്തേക്ക് പൊടികളിട്ടു, പുളി ഇട്ടു. നല്ലപോലെ ആ കറി തിളച്ചപ്പോൾ കഷ്ണം ഇട്ടു. കറി റെഡിയായി. അപ്പം ഈ ചോറ് തലവേദന കാരണം ഒരു രക്ഷയില്ല കേട്ടോ. തലവേദന. എല്ലാവരും വിളിക്കട്ടെ. എല്ലാവരും TV കാണാൻ പോയത്. എല്ലാവരും വിളിക്കട്ടെ. വേം വാ ചോറിനാനായി. സിനിമ ഉണ്ടോ?
ഏതാ സിനിമ? ഏതാ സിനിമ? ഏതാടാ സിനിമ? മണിച്ചിത്രത്താഴോ? ഏ ചോറ് ഇവിടെ ഇല്ലേ? പിന്നെ നീ അച്ഛമ്മ അല്ലേ തന്നെ താഴത്തുനിന്ന് ചോറ് തന്നു കിട്ടും. ബിരിയാണി തന്നോ? ദൈവമേ, ബിരിയാണി തന്നിട്ട് വരികയാണോ? അച്ഛമ്മ തന്നു വിട്ടത് കൂടാതെ 3 ആളും ബിരിയാണി തന്നിട്ട് വരിക. അച്ഛമ്മ ഇന്നലെ അവൻ വന്നില്ലേ, അപ്പൊ അവന് തിന്നാൻ വേണ്ടി അത്ര തിന്നൂരാന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ, എന്നാ ചോറെടുക്കാം. കണ്ടോ, എങ്ങനെയായാലും 8:30 ആകുമ്പത്തെ 8:45 ചോറ് കേടാവും. സ്റ്റേഷനറി ആയതുകൊണ്ട് വേഗം കേടാവും. ഒക്കെ ഞാൻ കയ്യിൽ ചോറ് ഇതുള്ളത് ആൾക്കാർ തിന്നും. നിറയെ ഇഷ്ടമില്ലാത്ത ചോറാട്ടോ കുത്തരി. ചൂട് മീൻകറി. ചൂട് മീൻകറി അല്ലേ? ഫ്രഷ്. ഓ, മീൻ കുറച്ചുകൂടി ചെറുതാക്കായിരുന്നു അല്ലേ? എങ്ങോട്ട് എങ്ങോട്ട് വരാനേ? നീ ഇങ്ങോട്ട് വാ, ചോറ് ഞാൻ ചോറിന്. ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണക്കൂട്ടലിനെ കൊറേ ഉണ്ടായിരുന്നു. വണ്ടി പുക അടിച്ചിട്ടാണ്. അധികം പുക പോയില്ലല്ലോ. എന്റെ മീൻകറി കൂട്ടി ഞാൻ ചോറ് തിന്നട്ടെ. ചോറൊന്നു ഒരു പിടി ചോറ് തന്നു. ഒരു പിടി ഇങ്ങോട്ട് വാ. അതുപോലെ അച്ഛനോ? അതാ അച്ഛനല്ല. ചോറ് ആദ്യം തിന്നിട്ടല്ലേ മീനാ വേണ്ടത് അവന്. അടിപൊളിയില്ലേ? അടിപൊളി. ഇങ്ങനെ ഇന്ന് എല്ലാവരും കറി വെച്ചത് കേട്ടോ, സൂപ്പറായിരിക്കും. അച്ഛമ്മ ഇപ്പോൾ കൊടുത്തു വിട്ടത് ഇതെന്താ സാധനം? അലുവയോ? കറുത്ത അലുവയല്ല. ഇതെന്താ സാധനം? കൊടു. അലുവയാ? ഞാൻ തിന്നിട്ടില്ലല്ലോ ഇതുവരെ ഇങ്ങനത്തെ ഒരു അലുവ. അമ്മ നോക്കട്ടെ എന്താണേ. നല്ല രസമുണ്ടല്ലോ. ഇത് ഞാൻ ആദ്യമായിട്ട് തിന്നട്ടെ. ഇതെന്ത് കഴിച്ചോക്ക്. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങേൻ്റെ രുചിയാണല്ലോ. അലുവയല്ല, അലുവ പോലത്തെ എന്തോ സാധനം. ഓ, അലുവയല്ലടാ, ഇത് കഴിച്ചു. അലുവയല്ല, പുഡിങ്ങാ. എന്താണ് തേങ്ങേൻ്റെ രുചിയല്ലേ മുന്നിൽ? കുക്കറപ്പോ. അപ്പോൾ വൈകുന്നേരം ചെന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഗോതമ്പ് കൊണ്ടുള്ള ഹലുവയാണെന്നുള്ള കാര്യം രാവിലെ താഴത്തമ്മ പറയുമ്പോഴാണ് കേട്ടോ അറിയണത്. പക്ഷെ നല്ല രുചി ഉണ്ട് എന്നിട്ട് എനിക്കിഷ്ടമായിട്ട്. എന്താണെങ്കിലും വലിയ മോനൂസിന് പിന്നെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ ഒന്നും. ഞങ്ങൾ കഴിച്ചു കേട്ടോ എന്താണെങ്കിലും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.